നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. വാലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ശ്രീകുമാരൻ പാലക്കാട് എന്ന് ചെയ്യുന്നു. ശ്രീജിത്ത്, ഒരു കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ആ കൊലപാതകം നടത്തി വീട്ടിലെത്തി വീണ്ടും രണ്ടുപേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഇതാ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 90 ദിവസം മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിച്ച് പരമാവധി പഴുതുകളടച്ചുള്ള അന്വേഷണം നടത്തിയ കേസിൽ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എത്ര പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്? കേസിൽ എത്ര സാക്ഷികളുണ്ട്? ഏറ്റവും പുതിയ വിശദാംശം. സുഹൈല് 57-ാം ദിവസം ആ അരുംകൊല നടത്തിയ കുറ്റവാളിക്ക് മേൽ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എടുത്തു പറയേണ്ടത് 133 സാക്ഷികൾ, അതിൽ പോലീസുകാരടക്കമാണ് ആ 133 സാക്ഷികൾ. ദൃക്സാക്ഷി അതിലുണ്ട്. എന്തായാലും 500-ലധികം പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഈ കൊല്ലപ്പെട്ട അവരുടെ മക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എന്ത് തോന്നുന്നുണ്ട്? ഏറ്റവും പെട്ടെന്ന് തന്നെ കുറ്റപത്രം 57 ദിവസമുണ്ട്. അന്വേഷണത്തിൽ സംഘത്തിൽ വിശ്വാസമുണ്ടോ ഇപ്പോഴും? വിശ്വാസമുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം ഇതാക്കിയിരിക്കുന്നത്. ഒരു വധശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കുന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. ഈ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെയൊക്കെ മൊഴിയൊക്കെ അവർ രേഖപ്പെടുത്തിയിരുന്നില്ലേ? ഇതിന് തൊട്ട് മുൻപ് ആ പോലീസുകാരെ വളരെ ഇതായിട്ട് തന്നെയാണോ ഇടപെട്ടതെന്ന് തോന്നുന്നുണ്ടല്ലേ? 2 ദിവസം മുൻപും കൂടി അവർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവർ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എല്ലാവരും അവരിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെ ഇനി പുറത്തിറങ്ങുമെന്ന് നമുക്കൊരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? ഇല്ല, വിധി വന്നാൽ തന്നെ ഞങ്ങൾക്ക് ആശ്വാസമുള്ളൂ. വിധിയിലാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള പ്രതീക്ഷ. എന്തായാലും ഇപ്പോഴും നല്ല പ്രതീക്ഷയുണ്ട്. വിചാരണ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പോവുകയാണ്. സാക്ഷികളൊക്കെ ഒപ്പം നിൽക്കുന്ന പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടല്ലേ? സാക്ഷികളൊപ്പം ഉണ്ടാവും, പോലീസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഈ പൊതുസമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പം ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. യാതൊരു തർക്കമില്ല അക്കാര്യത്തിൽ. അച്ഛനും അമ്മയും അമ്മയൊക്കെ നഷ്ടപ്പെട്ട, അച്ഛമ്മയൊക്കെ നഷ്ടപ്പെട്ട ഒരു വിഷമത്തിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്. ഈ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോടും ഉണ്ട്. സ്വാഭാവികമായിട്ട് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടൽ, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതൃപ്തിയുണ്ടോ? അന്ന് വാഗ്ദാനങ്ങൾ തന്നതല്ലാതെ അവരൊരു അന്വേഷണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരിൻ്റെ ഭാഗത്തു നിന്നായിട്ടൊന്നുമില്ല. നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നോക്കാം, അന്വേഷിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരായിരുന്നു അത്? MLA? പഞ്ചായത്ത് അല്ലല്ല, വെളിയിൽ നിന്ന്. അപ്പോൾ കേരളക്കരയെ ഞെട്ടിച്ച കേസിൽ ഇപ്പോൾ ഇതാ 55-ാം ദിവസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 90 ദിവസത്തിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പ്രതിയെ പഴുതില്ലാതെ പൂട്ടാൻ തന്നെയാണ് പോലീസിന് നീക്കമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.